ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു രാജ്മ മസാലക്കറി തയ്യാറാക്കാം. ചപ്പാത്തിക്കും മറ്റും ഒപ്പം കഴിക്കാവുന്ന ഈ രാജ്മ മസാലക്കറി നോർത്ത് ഇന്ത്യക്കാർക്ക് വളരെ പ്രിയപ്പെട്ട ഒന്നാണ്. പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഇന്നിവിടെ ഈ കറി ഉണ്ടാക്കുന്നത്. ഇതിനായി ഞാൻ 2 കപ്പ് രാജ്മയാണ് എടുത്തിരിക്കുന്നത്. ഇത് സോഫ്റ്റായി പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിനായി ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ടുണ്ട്. ഓവർനൈറ്റ് സോക്ക് ചെയ്തില്ലെങ്കിൽ ഇത് വേവാൻ ഒരുപാട് സമയമെടുക്കും. കറിയുടെ അരപ്പിനായി ഞാൻ 3 വലിയ സവാളയും 3 തക്കാളിയും ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. സാധാരണ എല്ലാവരും ഇത് വഴറ്റിയെടുക്കാറാണ് പതിവ്. എന്നാൽ കറി പെട്ടെന്ന് തയ്യാറാക്കുന്നതിനായി ഞാൻ ഇത് മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് കൊഴുപ്പ് കൂടുകയും ചെയ്യും, സമയം ഒരുപാട് ലാഭിക്കുവാനും സാധിക്കും. ഇനി ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി തയ്യാറാക്കണം. 5-6 അല്ലി വെളുത്തുള്ളിയും 3 കഷ്ണം ഇഞ്ചിയും കൂടി ഒരു ഇടിക്കല്ലിലിട്ട് അപ്പോൾ തന്നെ ചതച്ചെടുക്കുകയാണ് നല്ലത്. ഇനി ഈ അരപ്പ് നമുക്ക് കുക്കറിൽ വഴറ്റിയെടുക്കാം. അതിനായി കുക്കറിൽ 3 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, 1 സ്പൂൺ ചെറിയ ജീരകം എന്നിവയിട്ട് മൂപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ അമേരിക്കയിൽ മോളുടെ വീട്ടിലാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ വിൻ്റർ സീസണാണ്. വിൻ്റർ സീസൺ ആയതുകൊണ്ടാണ് എണ്ണ കട്ട പിടിച്ചിരിക്കുന്നത്. പട്ട, ഗ്രാമ്പു, ജീരകം തുടങ്ങിയവ എണ്ണയിൽ കിടന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച തക്കാളി അരച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി ചേർത്ത് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 2 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് തുറന്നു വെച്ച് ലോ ഫ്ലെയിമിൽ തിളപ്പിക്കണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സവാളയുടെയും തക്കാളിയുടെയും കൂടെ മസാലയെല്ലാം നന്നായി ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ച രാജ്മ ഇട്ട് കൊടുക്കണം. അവസാനമായി ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഗരം മസാല മറ്റു പൊടികളുടെ കൂടെ ചേർക്കാതെ അവസാനമായി ചേർക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നത് വരെ വേവിക്കാം. 3 വിസിൽ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് കുക്കർ തുറക്കാം. രാജ്മ മസാലയിൽ കിടന്ന് വെന്ത് നല്ല മസാലയുടെ മണം വരുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കി കുറവാണെന്ന് കണ്ടാൽ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ രാജ്മ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. നോർത്ത് ഇന്ത്യക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മസാലക്കറിയാണിത്. നോൺ വെജിറ്റേറിയൻസിനും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. ഇത് ചപ്പാത്തിക്കും ഫ്രൈഡ് റൈസിനും മറ്റും ചേർത്ത് കഴിക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം.